ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് അമ്മമ്മ ഞങ്ങളെ കൊണ്ടുപോകാതെ അമ്പലത്തിലേക്ക് പോയി. എഴുന്നേറ്റ് വന്ന പാടെ നന്ദിക്കുട്ടന് പല്ലൊക്കെ തേപ്പിച്ച് കൊടുക്കുവാണ്. പല്ലൊക്കെ തേക്കാൻ ഇച്ചിരി മടിയാണ് നന്ദിക്കുട്ടന്. അതുകൊണ്ട് ഞാൻ ടി വി ഒക്കെ വെച്ച് കൊടുത്താണ് പല്ല് തേപ്പിച്ചത്. നന്ദിക്കുട്ടന് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. കുറേ സമയം എടുത്താണ് നന്ദിക്കുട്ടൻ ആഹാരം കഴിക്കുക. ആദ്യത്തെ ഒരു വായ്ക്ക് വെക്കാൻ തന്നെ കുറേ സമയം എടുക്കും. ഇഷ്ടപ്പെട്ട കാർട്ടൂണൊക്കെ കറക്റ്റായിട്ട് വന്നാൽ മാത്രമാണ് പുള്ളി വായൊക്കെ തുറക്കുള്ളൂ. ഇന്ന് അമ്മമ്മ ദോശയും തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ അത് നന്ദിക്കുട്ടന് ഇഷ്ടപ്പെട്ടില്ല. അത് അപ്പം തന്നെ തുപ്പിക്കളഞ്ഞു. ദോശ കഴിക്കാത്തതുകൊണ്ട് ഒരു 3 ഞാലിപ്പൂവമ്പഴം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതെടുത്ത് കൊടുത്തു നന്ദിക്കുട്ടന്. കുറച്ച് താമസപ്പെട്ടാണെങ്കിൽ അത് 3 കഴിച്ചു. പിന്നെ അവിടെ ഇച്ചിരി പാലിരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സാധാരണ പാൽ കുടിക്കില്ല, ഇഷ്ടമല്ല പാൽ. അപ്പോൾ ഒരു സിപ്പ് എടുത്തിട്ട് പിന്നെ നോക്കി എന്താ അത് വെള്ളമല്ലല്ലോ, ഞാൻ വെള്ളമെന്ന് പറഞ്ഞാൽ കൊടുത്തത്. പിന്നെ ഒരു 2 സിപ്പും കൂടി എടുത്തു. പക്ഷേ പിന്നെ കുടിച്ചില്ല. പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. പല്ലൊന്നും കറക്റ്റായിട്ട് തേക്കാത്തതുകൊണ്ട് ഞാൻ ഓരോ ഭക്ഷണം കഴിയുമ്പോഴും എല്ലാ പല്ലും ഒന്നും ജസ്റ്റ് വെറുതെ ഒന്ന് തുടച്ചു കൊടുക്കും. പഴം മാത്രം കഴിച്ചുകൊണ്ട് ഇനി വിശക്കണുണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ വിശക്കണുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് ഓർത്തൊരു കപ്പ് കേക്ക് ഞാൻ കൊടുത്തു. കുറച്ച് നേരം കപ്പ് കേക്കിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരുന്നു. എന്നിട്ട് അത് കളഞ്ഞു. അത് കഴിച്ചൊന്നുമില്ല. അപ്പോഴേക്കും അപ്പൂപ്പനും അമ്മൂമ്മ എത്തി. പച്ചരി ഉണ്ടായിരുന്നു. 16 കിലോയാണ് ഉള്ളത്. അപ്പൊ പച്ചരി ഗോതമ്പ് ഇപ്പൊ മേടിച്ച് പൊടിപ്പിക്കുമല്ലേന്ന് വിചാരിച്ച് ഞാൻ ഗോതമ്പ്. ഇപ്രാവശ്യം ഞങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കളർ മാറിയോണ്ട് ഞങ്ങൾക്ക് അരി ഫ്രീ ആയിട്ട് കിട്ടി. പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുവാണ് ഞാൻ ഷുണ്ടും കൂടി. നന്ദിക്കുട്ടൻ ഇപ്പോൾ നമ്പറുകളൊക്കെ പഠിച്ച് ഡോറ് തുറക്കാൻ വേണ്ടി ജനലിൽ കയറി നിന്ന് ഡോറ് തുറക്കും. അമ്മയ്ക്ക് എപ്പോഴും പേടിയാണ് ജനലിൽ കയറി താഴേക്ക് വീഴുമെന്ന് പറഞ്ഞ്. ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു നന്ദിക്കുട്ടൻ. ലോക്ക് ചെയ്തേക്ക്, പുറത്തേക്ക് പോകാൻ പറ്റില്ല. പുറത്തെ എലിയുണ്ട്. പുള്ളിപ്പശു ഉണ്ട്, ബാലിക്കുട്ടനുണ്ട്. ആരാ അത് വരച്ചത്? ഇനി അടുത്ത യുദ്ധം കുളിപ്പിക്കാൻ വേണ്ടിയാണ്. എണ്ണ തേക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ കരയും, ചിലപ്പോഴൊക്കെ കുഴപ്പമില്ല. ഇന്നിപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കഥയൊക്കെ പറഞ്ഞാണ് എണ്ണയൊക്കെ തേപ്പിക്കുന്നത്. നന്ദിക്കുട്ടൻ കുഞ്ഞായിരുന്നപ്പോൾ കുളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഭയങ്കര മടിയായി കുളിക്കാൻ. അപ്പം ഞാനൊരു കുളിക്കാനൊരു ഇൻട്രസ്റ്റ് വന്നോട്ടെ എന്ന് ഓർത്ത് ബക്കറ്റിലേക്ക് ഇറക്കി ഇരുത്തിയാണ് കുളിപ്പിക്കുക. അപ്പോൾ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം തല ബക്കറ്റിൻ്റെ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കി, അപ്പോൾ മൂക്കിലൊക്കെ വെള്ളം പോയി ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. അത് വലിയ പേടിയായി. പിന്നെ ഭയങ്കര ശ്രദ്ധിച്ചാണ് കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത്. നന്ദിക്കുട്ടൻ കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്കുട്ടൻ്റെ ഫ്രണ്ട് വന്ന് കളിക്കാൻ. അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനാണ്. നന്ദിക്കുട്ടൻ അവൻ്റെ കൂടെ കുറേ നേരം കളിക്കും. നന്ദിക്കുട്ടന് വലിയ ഇഷ്ടമാണ് അവനെ. പിന്നെ നന്ദിക്കുട്ടന് പഴം കൊടുക്കാൻ വേണ്ടി നമ്മൾ ബ്ലിങ്കിറ്റിൽ നിന്ന് പാലും പഴമൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അമ്മമ്മയാണ് പഴം കൊടുത്തത്. കുറേ സമയം എടുത്താണ് കഴിക്കുക, മടിയാണ് കഴിക്കാൻ. പിന്നെ കുറേ നേരം കളിയായിരുന്നു. കുറേ നേരം റോട്ടിൽ കൂടെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയി കുറേ നേരം കളിച്ചു. അപ്പോഴേക്കും അപ്പൂപ്പൻ ഒരു കരിക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാനും നന്ദിക്കുട്ടനും കൂടി പൊട്ടിക്കാൻ കുറേ നോക്കി. പക്ഷേ അത് പൊട്ടണുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളത് അമ്മൂമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ അമ്മൂമ്മ അത് പൊട്ടിച്ച് തന്നു. ഇത് നന്ദിക്കുട്ടാ, അതെ അമ്മമ്മ അതെ കരിക്ക് പൊട്ടിച്ചു. സ്ട്രോ പിടിക്കിട്ട് അല്ല ഇതിലോട്ട് ഇട്ടോളൂ. ഏത് വശമായിരുന്നു? കുടിച്ചോ കുടിച്ചോ. വലിക്കും വെള്ളം കുടിക്കും. സൗണ്ട് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും വലിയ കാര്യമായിട്ട് കുടിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. വെറുതെ സൗണ്ട് എഫക്റ്റ് മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ. ഉച്ചയായപ്പോൾ നന്ദിക്കുട്ടന് ചോറൊക്കെ കൊടുത്ത് പാട്ടൊക്കെ പാടി കിടത്തി ഇറക്കി. നന്ദിക്കുട്ടന് 2 മണിക്കൂറൊക്കെ കിടന്നുറങ്ങി. നന്ദിക്കുട്ടൻ ഇറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അപ്പൂപ്പൻ നന്ദിക്കുട്ടന് വേണ്ടി ഒരു പാക്കറ്റ് ഉപ്പേരിയൊക്കെ ആയിട്ട് വന്നു. നന്ദിക്കുട്ടന് ഉപ്പേരി വലിയ ഇഷ്ടമാണ്. കുറേ നേരം മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഉപ്പേരിയൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാനും നന്ദിക്കുട്ടനും കൂടി ഒന്ന് കടയിലൊക്കെ പോയി നന്ദിക്കുട്ടനൊരു മരുന്നൊക്കെ വാങ്ങിക്കണമായിരുന്നു. മരുന്നൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ സ്നാക്സ് വാങ്ങിക്കാൻ കടയിലൊക്കെ കയറി. കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ അപ്പൂപ്പൻ തലേന്ന് കൊണ്ടുവന്ന് വാട്ടർമെലൻ ഇരിക്കണുണ്ട്. അപ്പോൾ നന്ദിക്കുട്ടൻ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കഷ്ണം മുറിച്ച് നന്ദിക്കുട്ടന് കൊടുത്തു. നന്ദിക്കുട്ടൻ കഴിക്കുകയൊന്നുമില്ല. പക്ഷെ വാട്ടർമെലൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ കഴിക്കില്ല, ഇങ്ങനെ കടിക്കും വെറുതെ, എന്നിട്ട് തുപ്പിക്കളയും. പിന്നെ ഞാനും അമ്മയും കൂടി ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു, സ്നാക്സൊക്കെ കഴിച്ച്. അപ്പോഴേക്കും നന്ദിക്കുട്ടന് വൈകുന്നേരത്തെ ചായ കുടിക്കിയ സമയം. അപ്പോൾ അമ്മമ്മ ഒരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. നന്ദിക്കുട്ടന് ഇഡ്ഡലി സാമ്പാറാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനും നന്ദിക്കുട്ടനും കൂടി നടക്കാൻ പോയി. നന്ദിക്കുട്ടന് വീട്ടിലിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല, ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ ഒരു ഓട്ടോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയിലൊക്കെ കയറി കുറച്ച് നേരം കളിച്ചു. പിന്നെ കുറേ നേരം ഓടി കളിച്ചു. പിന്നെ ഇപ്പോൾ ഈ ഓടുന്നത് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഓടുവാണ്. പിന്നെ രാത്രി ആയപ്പോഴേക്കും വലിയമ്മൂമ്മയുടെ വീട്ടിൽ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ നന്ദിക്കുട്ടൻ അവിടെ പോയി ഒരു സ്പൂൺ പായസമൊക്കെ കഴിച്ചു. പിന്നെ രാത്രിയൊക്കെ ഈ തേരാപ്പാറ നടത്താണ്. പിന്നെ രാത്രി ആയപ്പോൾ നന്ദിക്കുട്ടനെ അമ്മമ്മ ചോറൊക്കെ വാരി കൊടുത്തു. എന്നിട്ട് നന്ദിക്കുട്ടനെ അമ്മമ്മേനെ അച്ചിങ്ങ അരിയാനൊക്കെ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തു. പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ചോറുണ്ടപ്പോൾ അവരുടെ നിന്ന് കുറച്ച് പപ്പടമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അതുവഴി നടക്കുമായിരുന്നു. രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞു. നന്ദിക്കുട്ടൻ ഇതുവരെ ഉറങ്ങാറായിട്ടില്ല, കളിയാണ്. നേരത്തെയൊക്കെ 9 മണിക്ക് ഉറങ്ങിക്കിട്ടെന്ന് വെച്ചാൽ നന്ദിക്കുട്ടനാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങുമ്പോൾ 10:30 11 മണിയാവും. 10:30ക്ക് പാട്ടുപാടി തുടങ്ങിയാലാണ് 11 മണിയാകുമ്പോൾ ഉറങ്ങുള്ളൂ.